പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? നന്നായിട്ട് തന്നെയുണ്ട്. പക്ഷേ ജീവിതം ഒരു മരുഭൂമി പോലെയായിരിക്കുന്നു. ദിവസവും പോരാട്ടവും പ്രശ്നങ്ങളുമാണ്. പക്ഷേ ദൈവം എൻ്റെ കൂടെ നടന്ന് ആശ്വസിപ്പിക്കുന്നു. അത് സന്തോഷം തന്നെയാണ്. എന്നാലും എന്നൊരു സ്ഥിതിയിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്? ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്നും യഹോവ വിടുവിച്ചു കൊണ്ടുവരുന്നു. എല്ലാവരും മരുഭൂമിയിലൂടെ നടക്കുന്നു. എവിടെ നോക്കിയാലും കണ്ണെത്തും ദൂരം വരേക്കും ഒരു മരം പോലും കാണാൻ കഴിയുന്നില്ല, ചെടി പോലുമില്ല. അപ്പോൾ അവർ ദാഹിച്ച് 3 ദിവസം കുടിക്കാൻ വെള്ളമില്ലാതെ മരുഭൂമിയിലൂടെ നടക്കുന്നു. കൂടെ സ്ത്രീകളും കുട്ടികളും വയസ്സായവരുമുണ്ട്. വളരെ കഷ്ടപ്പെട്ടു. ഒടുവിൽ ഒരു നീരുറവ കാണുന്നു. വെള്ളം കണ്ടു. ഓടിച്ചെന്നെടുത്തു കുടിച്ചപ്പോൾ അത് കയ്പുള്ളതായിരുന്നു. ദാഹം തീർക്കാനായില്ല, കുടിക്കാൻ പറ്റില്ല. എന്താണിത്? 3 ദിവസം ദാഹിച്ചുകൊണ്ട് നടന്നു, ഇപ്പോൾ വെള്ളം കണ്ടു, കയ്ക്കുന്നല്ലോ എന്ന് വിചാരിച്ചു. ആ മാറായുടെ കയ്പ് യഹോവ മധുരമാക്കി മാറ്റി. ഒരു മരം കാണിച്ചു കൊടുത്തു. അത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി മാറി. അതിനുശേഷം നടന്നതെന്താണെന്ന് നോക്കാം. പുറപ്പാട് 15-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, അവരേലീം എന്ന സ്ഥലത്ത് എത്തുന്നു. അവിടെ 12 നീരുറവകളും 70 കാരക്ക മരങ്ങളും ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ നീരുറവകൾ, 12 നീരുറവകൾ. 12 ഗോത്രങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ നീരുറവ്. 70 പനമരങ്ങളുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലം. ഈ കടൽപ്പുറം മുഴുവനും മരുഭൂമി പോലെയുണ്ട്. ഇതിലൊരു നീരുറവുണ്ട്, നല്ല വെള്ളമുണ്ട്. ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇതിൽ റിങ്സ് ഇറക്കിയിട്ടുണ്ട്, നല്ല വെള്ളമാണ്, കുടിവെള്ളമാണുള്ളത്. കണ്ടോ, കടൽ തീരത്ത് പോലും ദൈവം ഒരു നീരുറവയുണ്ടാക്കിയിരിക്കുന്നു. ദാഹിച്ചു വരുന്നവരുടെ ദാഹം തീർക്കുവാനായി. നിങ്ങളുടെ ജീവിതം ഒരു മരുഭൂമിയായിരിക്കാം. നിങ്ങൾ മാറായിലൂടെ കടക്കുന്നുണ്ടാകും. ഏലീം എന്ന ഫലഭൂയിഷ്ടമായ നീരുറവ് കാണണമെങ്കിൽ മാറയെ കടന്നു പോകേണ്ടതായി വരും. ഇന്ന് മാറയുടെ കയ്പ്, നിങ്ങളുടെ ജീവിതത്തിൽ ചില കയ്പുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കയ്പുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ചില കയ്പുള്ള കാര്യങ്ങൾ, ശുശ്രൂഷയിൽ നിങ്ങൾ ചില കയ്പുള്ള കാര്യങ്ങളെ നേരിടുന്നു. നിങ്ങളുടെ ബിസിനസ്, ജോലി, സാഹചര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ഭർത്താവിൻ്റെ കാര്യങ്ങൾ എന്നിങ്ങനെ കയ്പുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് മനോവേദനയുണ്ടാക്കുന്നു. തളരരുത്. ഇത് കടന്നു പോയാൽ മനോഹരമായ ഏലീം, ഫലഭൂഷ്ടിയുള്ള സ്ഥലം, നീരുറവ, മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ മാറയെ കടന്നാലേ ഏലീം എന്ന ഫലഭൂയിഷ്ടമായ സ്ഥലത്തെ കാണാനാകൂ. ദൈവം നിങ്ങളെ മാറയിൽ തന്നെ വെക്കാൻ പോകുന്നില്ല, കയ്പിൽ നിങ്ങളെ വെക്കാൻ പോകുന്നില്ല. അത് മാറും. കയ്പ് മാറി ഒരു നീരുറവിൽ ദൈവം നിങ്ങളെ പാളയമിറക്കി സന്തോഷിപ്പിക്കും. മാറയുടെ കയ്പ്, അതിനുശേഷം ഏലീമിലെ ആശീർവാദം. ഇനി വരുന്നത് ഏലീമിലെ ആശീർവാദമായിരിക്കും. അതിനാൽ ഈ സാഹചര്യത്തിൽ നിരാശപ്പെടാതെ, ഇത് കയ്ക്കുന്നല്ലോ, കയ്പ് മാറാൻ എന്താണ് ചെയ്യേണ്ടത്? മോശയ്ക്ക് യഹോവയൊരു മരം കാണിച്ചു കൊടുത്തു, കുരിശുമരം. കുരിശിൽ യേശു നമുക്ക് വേണ്ടി കയ്പ് രുചിച്ചു. ആ കയ്പുള്ള സകല അനുഭവത്തെയും യേശു കുരിശിൽ ഏറ്റെടുത്തു. വേദനകൾ, നിന്ദകൾ, ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം കുരിശിൽ ചുമന്നുകൊണ്ട് കയ്പുള്ള സുർക്ക കുടിച്ചു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു. ആ കയ്പിനെ യേശു കുരിശിൽ ചുമന്ന് തീർത്തു. ആ കുരിശിനെ ഉറ്റുനോക്കൂ. കുരിശിൽ തൂങ്ങുന്ന യേശുവിനെ നോക്കൂ. എല്ലാ കയ്പും ഇല്ലാതാകും. യേശുവിനെ നോക്കി പറയൂ, എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിലെ എല്ലാം കുരിശിൽ ചുമന്ന് തീർത്തു. ഈ കയ്പിനെ മധുരമാക്കി മാറ്റാൻ അങ്ങേക്ക് സാധിക്കും. ഇതിനുശേഷം ഏലീമിന്റെ ഫലഭൂഷ്ടിയിലേക്ക് നടത്താൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയൂ. ഉടനെ അത്ഭുതം നടക്കും. പറയുമോ? യേശുവേ, അങ്ങ് കുരിശിൽ തൂങ്ങി മരിച്ച് എന്റെ സകല കയ്പുകളെയും വേദനകളെയും ചുമന്ന് തീർത്തുവല്ലോ. ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ നോക്കുന്നു. എന്റെ ഉള്ളിലെ കയ്പ്, എന്റെ കുടുംബത്തിലെ, ജോലിയിലെ, ശുശ്രൂഷയിലെ, എന്റെ ജീവിതത്തിൽ കാണപ്പെടുന്ന കയ്പിന്റെ സ്ഥിതികൾ മാറട്ടെ. അതിനായിട്ടാണല്ലോ കുരിശിൽ അങ്ങ് കയ്പ് കുടിച്ചത്. സകലവും മധുരമാക്കി മാറ്റണേ. അങ്ങ് ഏലീമിൽ എന്നെ നടത്താൻ പോകുന്നു. ഞാൻ മധുരമുള്ള ദിവസങ്ങൾ കാണാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക.
ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ